ഗുരുചരണം ശരണം. പ്രിയ ആത്മബന്ധുക്കളെ, ഇതെൻ്റെ മൂന്നാമത്തെ സംരംഭമാണ്. ഒന്നും രണ്ടും സംരംഭങ്ങളിൽ ഇന്ന് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിനെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചത്. രണ്ടാം സംരംഭത്തിൻ്റെ ഒടുവിൽ ആശ്രമത്തിലെ പവിത്രമായ, സമാധാനപരമായ, ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനത്തിന് വിരാമമിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ഭക്തജനങ്ങളെയും ഭരണാധികാരികളെയും പരമകാരുണികനായ ഗുരുവിൻ്റെ ആശ്രമ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന അസമാധാനപരമായ ഈ പ്രക്രിയകളെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കർമ്മമായിട്ടാണ് ഞാൻ നിരാഹാരവ്രതം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞത്. എന്നാൽ എൻ്റെ ആത്മബന്ധുക്കൾ ഒന്ന് മനസ്സിലാകണം, ഞാൻ സാധാരണക്കാരനായ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. ഗുരുവിൻ്റെ ആശയത്തിനും ഇച്ഛയ്ക്കും സങ്കല്പത്തിനും അനുസരണമായി ഈ പ്രസ്ഥാനത്തെയും പരമ്പരയെയും നയിക്കേണ്ടതും നിലനിർത്തേണ്ടതും ഗുരുവിൻ്റെ ഗുരുധർമ്മ പ്രകാശകരാണ്. ആ ഗുരുധർമ്മ പ്രകാശകരിൽ നിന്നും ഈ ആശ്രമാന്തരീക്ഷം ഇത്രയും അസമാധാനപരമായി, ഇത്രയും കലുഷിതമായി തീർന്നിട്ടും കാര്യമായ നീക്കങ്ങളൊന്നും കാണാതിരിക്കുന്നത് കൊണ്ടാണ് എന്നെപ്പോലെ ഒരു എളിയ ഗുരുസ്നേഹിക്ക് ഈ സംരംഭത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഞാൻ ഈ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മം ഏറ്റവും അപകടകരമാണ് എന്ന് ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഗുരുവിന് പ്രവർത്തിക്കണമെങ്കിൽ നിർഭയനായി, മരണഭയമില്ലാത്തവനായി ഒരു പ്രതീകം ആവശ്യമാണ്. ഗുരുധർമ്മ പ്രകാശകരിൽ അത്തരം ചിന്താഗതിയില്ലാത്തവർ ഇല്ല എന്ന് ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കരുത്. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൃഹസ്ഥരായ ഞങ്ങൾക്കൊക്കെ ഗുരുവിനോടുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി സ്നേഹം, സ്വന്തം ഭൗതിക ജീവിതം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആശയത്തിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ജീവിക്കുന്നവർ. ആ ആദരവോടുകൂടി ഞാൻ ഗുരുധർമ്മ പ്രകാശ സഭയെ കാണുകയാണ്. ആ ഗുരുധർമ്മ പ്രകാശ സഭയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഏതോ സൂക്ഷ്മശക്തികളുടെ കടന്നുകയറ്റം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുധർമ്മ വിരുദ്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം പേരിലൂടെ അല്ല സംഭവിക്കുന്നത്, ചുരുക്കം പേരിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ള ഗുരുധർമ്മ പ്രകാശകരെല്ലാം തന്നെ ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകണം, ഗുരുവിൻ്റെ ആശയത്തിനും ഇച്ഛയ്ക്കും സങ്കല്പത്തിനും അനുസരണമായി ഈ പ്രസ്ഥാനത്തെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, സാത്വികന്മാരായ ആ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഈ പ്രവർത്തനത്തെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള പ്രക്രിയകളിലേക്ക്, സംരംഭങ്ങളിലേക്ക് കടന്നു വരാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. സാത്വികന്മാരായതുകൊണ്ടാണ്. നടക്കുന്നത് അതിഭീകരമായ ഗുണ്ടായിസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. ഗുരു ശുശ്രൂഷ ചെയ്തു നിന്ന് ഗുരുവിൻ്റെ ആശയങ്ങളുമായി ഈ ലോകത്തേക്ക് ഇറങ്ങിത്തിരിച്ച ശ്രീ വിനായകൻ, ഈ പരമ്പരയിലെ പഴക്കമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ശ്രീ വിനായകൻ ആരാണ് എന്നറിയാം. അദ്ദേഹത്തിനെതിരെ നടത്തിയെടുത്തിരിക്കുന്ന ദുഷ്പ്രചരണത്തിൻ്റെ ഫലമായി അദ്ദേഹം ധനം മോഷ്ടിച്ചവനെന്നോ, വിശ്വാസികളിൽ നിന്നും ധനം കടം വാങ്ങി തിരികെ കൊടുക്കാത്തവനെന്നോ, പ്രസ്ഥാനത്തിൻ്റെ അന്ന് നിലനിന്നിരുന്ന നൂതന ദർശന ആശയഗതികളോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുവിനും പ്രസ്ഥാനത്തിനും എതിരെ പ്രവർത്തിക്കുന്നു. അത് സാധാരണ എല്ലാ പേരോടും
നടത്തിയിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളിൽ പെടുന്ന ഒരു വിഷയമാണ്. ഗുരുവിനും പ്രസ്ഥാനത്തിനും എതിരെ പ്രവർത്തിക്കുന്നു. ഗുരുവിനും പ്രസ്ഥാനത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരെ ഏത് രീതിയിലും നശിപ്പിക്കാമെന്ന ഗുരുവിൻ്റെ ദർശനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ രഞ്ജിത്തിനെയും റബേക്കയെയും ഓടിച്ചു വിട്ടു, അതേപോലെ അതിലും ഭീകരമായി ശ്രീ വിനായകൻ സാറിനെ ഒരു വണ്ടിയിൽ പിടിച്ചു കയറ്റി വാരിയലിനിടയിൽ വിരൽ കുത്തിയിറക്കിക്കൊണ്ട് ഈ കേരളത്തിൽ നിന്നും പലായനം ചെയ്തോളണം, കടന്നു ഓടി രക്ഷപ്പെട്ടോളണം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ തൻ്റെ മക്കളെയെല്ലാം, ബാക്കി പറയാൻ എനിക്ക് മനസ്താപമുണ്ട്. അങ്ങനെ വിനായകൻ സാറ് കുറേ കാലം നാട് വിട്ട് തമിഴ്നാടിൻ്റെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാനിതിങ്ങനെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ആശ്രമത്തിന് പുറത്ത് ബഹുവിധമായ സംഘടനകളോടും സമൂഹത്തോടുമൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഞാനിത് വീണ്ടും എടുത്തു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ വെറും സാത്വികന്മാരായ ആശ്രമാന്തരീക്ഷവും ബ്രാഞ്ചാശ്രമങ്ങളും അവിടെ വന്നെത്തുന്ന വിശ്വാസികളോടും മാത്രം ബന്ധമുള്ള സാത്വികന്മാരായ ഗുരുവിൻ്റെ സന്യാസി ശിഷ്യർ ഈ ഭീഷണിയെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഒന്നുകിൽ ദേഹോപദ്രവം, അല്ലെങ്കിൽ ഗുരു നൽകിയ വസ്ത്രം തിരിച്ചു വാങ്ങും, അതല്ലെങ്കിൽ ആശ്രമത്തിന് പുറത്താക്കും. ആ ഭയപ്പാടിൽ എത്രയൊക്കെ ഗുരുവിൻ്റെ ആശയത്തിനും ഇച്ഛയ്ക്കും സങ്കല്പത്തിനും അനുസരണമായി ഈ പരമ്പരയെ നയിക്കണം, അതിന് വിപരീതമായി വന്നിരിക്കുന്ന വിഷയങ്ങളെ എതിർക്കണം എന്നവർ ചിന്തിച്ചാലും മരണഭയം കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഗുരുതത്വങ്ങൾക്കനുസരണമായ കർമ്മം ചെയ്ത് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കി ആശ്രമത്തിൽ നിന്നും സ്വയം പലായനം ചെയ്ത സന്യാസിമാരും സന്യാസിനിമാരും ആശ്രമത്തിന് പുറത്തുണ്ട്. ഗുരുവിൻ്റെ അതേ നിഷ്ഠയോടും ഗുരു പകർന്നു കൊടുത്ത അതേ അനുഷ്ഠാനങ്ങളോടും സ്വന്തം വീടുകളിൽ ജീവിക്കുന്നവർ, വസ്ത്രം ഉപേക്ഷിച്ചവരും വസ്ത്രം ഉപേക്ഷിക്കാത്തവരും, ഇവരൊക്കെ തന്നെ ആരെങ്കിലും എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ മുന്നോട്ട് വരണം. എന്തിനു വേണ്ടിയാണ്? ഗുരുവിൻ്റെ ആശയത്തിനും ഇച്ഛയ്ക്കും സങ്കല്പത്തിനും അനുസരണമായി ഈ പ്രസ്ഥാനത്തിനെ പ്രവർത്തിപ്പിച്ചെടുപ്പിക്കത്തക്ക രീതിയിൽ, ഈ പ്രസ്ഥാനത്തിനെ നയിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ധർമ്മം നിക്ഷിപ്തമായിരിക്കുന്ന ഗുരുധർമ്മ പ്രകാശകർ തന്നെ മുന്നോട്ട് വന്നിട്ട് എൻ്റെ ഈ സംരംഭത്തെ നയിക്കണം, അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം. ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. അതുകൂടാതെ ഗൃഹസ്ഥരിൽ തന്നെ പ്രസ്ഥാനത്തിൻ്റെ ഈ പോക്കിൽ മനം നൊന്തുകൊണ്ട് ജീവിക്കുന്ന അനേകായിരം പേരുണ്ട്. അവരൊക്കെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഈ ഭീഷണി നേരിട്ടുകൊണ്ട് ഇത് പ്രവർത്തിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭകളും സംഘടനകളും രൂപീകരിച്ചുകൊണ്ട് ഏത് രീതിയിൽ ഈ വിഷയം ചെയ്തെടുക്കണം എന്ന് നിശ്ചിതമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഭീഷണി, മരണഭയം ഒക്കെ തന്നെയാണ്. ഇത് ഗുരുവിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇവിടെ ഞാൻ ഗുരുവിലൂടെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ ആശ്രമത്തിന് പുറത്ത് ഗുരുസ്നേഹികളായ ആൾക്കാരുടെ കുടുംബങ്ങളിൽ ഗുരുവിൻ്റെ സത്യദർശനം കിട്ടുന്ന കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുടെ എണ്ണം ചുരുക്കമാണ്, ധാരാളം ഉണ്ട് എന്ന് ഈ പരമ്പര മനസ്സിലാക്കണം. ഞാൻ ഗുരുവിൻ്റെ അറിയിപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളുമായി എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ ആശ്രമത്തിൽ നിന്ന് വിശ്വാസം വിട്ട് ഒളിച്ചോടി പോയി അകന്ന് ജീവിക്കുന്ന ഒരാളല്ല.
എൻ്റെ ശരീരം മാത്രമേ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ അകന്നു നിൽക്കുന്നുള്ളൂ. ഏറ്റവും അടുത്ത ഗുരുസ്നേഹം പുലർത്തുന്ന ആയിരക്കണക്കിന് ആളുകളുമായി എനിക്ക് ബന്ധമുണ്ട്. അവർക്കൊക്കെ ഗുരു നൽകുന്ന കൽപ്പനകളെ ഈ സ്വാത്വികത കൊണ്ട്, ഉണ്ടായി വന്നിരിക്കുന്ന ഭീരുത്വം കൊണ്ട് അവർക്കത് പ്രവർത്തിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതേസമയം ഞാനിതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകൾ തുടങ്ങുമ്പോൾ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്ത് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പരമ്പരയിലെ പല ഗുരുസ്നേഹികൾക്കും ആ ജീവത്യാഗത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. അതൊരല്പം എക്സാഗ്രേഷനായി പോകുന്നില്ലേ എന്ന് ചോദിച്ച ആളുകളും ഉണ്ട്. എന്നാൽ എൻ്റെ പ്രവർത്തന രംഗം എങ്ങോട്ടേക്കാണ് പോകുന്നത്, എത്ര ആഴത്തിലാണ് പോകുന്നത്, അത് ഈ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കും സങ്കല്പത്തിനും വിപരീതമായിക്കൊണ്ട് സ്വന്തം പ്രശസ്തി മോഹം എന്ന പിശാച് ബാധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലവേദനയാകുമെന്നും പല രൂപത്തിലും അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം മാറില്ല. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആശ്രമത്തിനുള്ളിൽ നിഗൂഢമായി നടത്തുന്ന ചർച്ചായോഗങ്ങളും അതിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന അഭിപ്രായങ്ങളും അത് ഭീകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇത്തരം ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന സാത്വികന്മാർക്ക് മുന്നോട്ട് വന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗുരുവിന് ഉപാധിയായി ഒരു വ്യക്തി ഇത് പ്രവർത്തിച്ചെടുക്കാൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ത്യാഗം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് പരമ്പരയുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ഭാഗം ഏറ്റെടുക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് പലരും പ്രശസ്തിക്കും ലോകഗുരു പട്ടത്തിനും ലോകമാതാ പട്ടത്തിനും വേണ്ടിയൊക്കെ ഗുരുവിനോളമോ ഗുരുവിലും ഉയരത്തിലോ ഒക്കെ എത്തിച്ചേരാൻ പര്യാപ്തമായ ഭാഗങ്ങൾ അത് അവരവരുടെ കഴിവിനനുസരിച്ച് സാമൂഹ്യ പ്രവർത്തനമോ കാരുണ്യപ്രവർത്തനമോ ജീവന്റെ അവസ്ഥയുടെ ഉയർച്ചയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പരമ്പരയ്ക്ക് മൊത്തം ആരേത് സതുദ്ദേശത്തോടു കൂടി, ആരേത് ഗുരുത്വത്തോടു കൂടി, ആരേത് ഗുരുസ്നേഹത്തോടു കൂടി ഈ സംരംഭത്തിലേക്ക് ഇറങ്ങി വന്നാലും അതെന്തോ ഒരു പ്രശസ്തി മോഹം കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ട്. അഥവാ അങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ എന്നെ അടുത്ത ഒരു പടി കൂടി നശിപ്പിക്കാൻ ആലോചിച്ച് ഗൂഢാലോചന ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞാനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഈ 3ാമത്തെ സംരംഭത്തിൽ ആശ്രമത്തിനകത്ത് നിൽക്കുന്ന ഗുരുധർമ്മ പ്രകാശകർക്ക് അത്തരം ഭയപ്പാടുകളുടെ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല എന്ന ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആശ്രമത്തിന് പുറത്തുപോയി നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന ഗുരുധർമ്മ പ്രകാശകർ ഇതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം. ഞാൻ ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. അത് വിശ്വസാംസ്കാരിക നവോത്ഥാനത്തിലായാലും ശാന്തിഗിരി പ്രസ്ഥാനത്തിലായാലും ഞാൻ വെറും ഒരു കർമ്മി മാത്രമായിരുന്നു. ഞാൻ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളല്ല. അത്തരമൊരു മോഹത്തിൻ്റെ പിന്നാലെയും സഞ്ചരിക്കുന്ന ആളല്ല. എൻ്റെ ഉദ്ദേശം എൻ്റെ ജീവന്റെ ശുദ്ധീകരണവും ഈ ജന്മത്തിൽ ആ ജീവന്റെ സമാധാനത്തിനായി എത്ര കണ്ട് പ്രവർത്തിച്ച് അവസാനിപ്പിക്കാം എന്ന ഒരു ചിന്തയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിലേക്ക് ഈ പരമ്പരയിലെ ഗുരുസ്നേഹികളായ ഉന്നതന്മാരായ
സമൂഹത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തികൾ ഈ സംരംഭത്തിന് മുന്നിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ വിനയപൂർവ്വം ഗുരുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ആദ്യം എന്ത് സംഭവിച്ചാലും അത് എനിക്കായിക്കൊള്ളട്ടെ, ആ ത്യാഗമാണ് ഞാൻ ജീവത്യാഗം എന്ന് പറയുന്ന ഭാഗം പറയുന്നത്. ജീവത്യാഗം എന്ന് കേട്ടപ്പോൾ ഈ പരമ്പരയ്ക്ക് മനസ്സിലായത് ആത്മഹൂതി വല്ലതുമാണോ, അതേ ചാവേർപ്പെട എന്ന് പറയുന്ന രീതിയിൽ ഒരു വിധ്വംസക പ്രവർത്തനത്തിലൂടെ അങ്ങനെ ജീവത്യാഗമാണോ? എൻ്റെ ആത്മബന്ധുക്കളെ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് സമാധാനത്തിൻ്റെ, സഹന സമരങ്ങളുടെ, നിരാഹാരവ്രതത്തിൻ്റെ, അപേക്ഷകളുടെ, പ്രാർത്ഥനയുടെ ഒരു കർമ്മമാണിത്. അവിടെ ഇന്ന് നിലനിൽക്കുന്ന ഗുണ്ടായുസത്തിൻ്റെയൊക്കെ തലത്തിൽ അപമൃത്യു പോലും സംഭവിക്കാം. ഞാൻ ഇന്നത്തെ ഈ മൂന്നാമത്തെ സംരംഭം ചുരുക്കുകയാണ്. ചുരുക്കത്തിൽ ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും സഭകളുടെയോ സംഘടനകളുടെയോ പ്രവർത്തകനായാലും നേതാവായാലും ഗുരുവിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധതയുള്ള ഒരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ടേ നമുക്ക് ഈ പരമ്പരയിൽ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കും ഗുരുവിൻ്റെ സങ്കല്പത്തിനും ഗുരുവിൻ്റെ ആശയത്തിനും അനുസരണമായ ഒരു അന്തരീക്ഷം, സ്ഥായിയായ ഒരു അന്തരീക്ഷം സ്ഥാപിച്ചെടുക്കാൻ കഴിയൂ. അതിൽ കുറഞ്ഞ ഭീരുക്കളുടേതായ ഒരു കൂട്ടത്തിന് ഇതൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഗുരുസ്നേഹികളും, ഓരോ യുവജനങ്ങളും, ഓരോ സന്യാസിമാരും ആദ്യം സ്വന്തം മനസ്സിൽ ഗുരുവിന് വേണ്ടി ഈശ്വരൻ്റെ കൽപ്പനകളെ മനുഷ്യരാശിയിലെത്തിക്കാൻ വേണ്ടി ആ ചുമതല ഏറ്റെടുത്ത ഗുരുവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗപ്പെടുത്താം, സമർപ്പിക്കാം എന്ന സ്വന്തം വീടുകളിലോ സഭകളിലോ കൂട്ടായ്മകളിലോ സത്യത്തിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഞങ്ങൾ ചെയ്തതുപോലെ കർപ്പൂര ദീപം കത്തിച്ചു വെച്ച് ഹൃദയം കൊണ്ട് ഗുരുവിനോട് സത്യപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് വരണം എന്ന് ഗുരുവിൻ്റെ നാമധേയത്തിൽ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സദ്ഗുരുവേ ശരണം.